നമസ്കാരം SK Talks യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ +1 മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലെ 4th ചാപ്റ്ററായ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ ഒരു ടോപ്പിക്കാണ്. അതിൽ ഇൻവോൾവിങ് ഓൺലി ഈക്വാലിറ്റീസ് ക്വസ്റ്റ്യൻസ്, ഈക്വാലിറ്റീസ് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അതിൽ ഫോക്കസ് ഏരിയ ഉള്ളൂ. ഇൻഇക്വാലിറ്റീസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഫോക്കസ് ഏരിയയിലില്ല. ഇങ്ങനെ സൈൻ വരുന്ന ക്വസ്റ്റ്യൻസിനാണ് ഇൻഇക്വാലിറ്റീസ് എന്ന് പറയാം, ഇങ്ങനെ സൈൻ വരുന്ന ക്വസ്റ്റ്യൻസിനാണ് ഈക്വാലിറ്റീസ് എന്ന് പറയാം. സോ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 4 സ്റ്റെപ്പ് വെച്ചാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പി ഓഫ് എൻ. ഈ പി ഓഫ് എൻ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാം. ഈ പി ഓഫ് എൻ അതേപോലെ ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് എഴുതാം. ദെൻ പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. മൂന്നാമത്തത് assume that P of K is true. P of K true ആണെന്ന് നമ്മൾ assume ചെയ്യാം. Then fourth step P of K plus 1 is true. അതായത് P of K plus 1 true ആണെന്ന് പ്രൂവ് ചെയ്യാം. Prove that P of K plus 1 is true. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇങ്ങനെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾ കമ്പൽസറി, അതായത് എന്തായാലും പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് നേടാം. ഇനി ഇതല്ലാതെ എക്സെപ്ഷൻ കേസ്, അതായത് കഴിഞ്ഞ വർഷം വന്നത് തന്നെ ഈ വർഷം വരണമെന്നില്ലല്ലോ. ഇതുവരേക്കും ഞാൻ ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്നാണ് വരാറ്. ചിലപ്പോൾ ഒരു പക്ഷെ മാറിയേക്കാം. അപ്പോൾ ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ടെലിഗ്രാമിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കോ അടിയിലുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ചോദിക്കുക. ഞാൻ ആ ക്വസ്റ്റ്യനും അത് വർക്കൗട്ട് ചെയ്യുന്ന ഫോട്ടോസും നിങ്ങൾക്ക് വിട്ടുതരാം. ഇനിക്വാലിറ്റീസ് സൈന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ആ ഒരു സൈന് വരുന്ന ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോക്കസ് ഏരിയ ഇല്ല. ആ ക്വസ്റ്റ്യൻസ് വരുന്ന പേജ് നമ്പറും എക്സാമ്പിൾസും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പേജ് നമ്പർ 19 സെക്കൻഡ് എക്സാമ്പിൾ, പേജ് നമ്പർ 91 6th എക്സാമ്പിൾ, പേജ് നമ്പർ 92 7th എക്സാമ്പിൾ, പേജ് നമ്പർ 95 18 24 നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേ വേണ്ട. കാരണം ഇത് എക്സാമിന് ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിട്ടില്ല. ദെൻ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു 3 ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു വരാം. സെക്കൻഡും തേർഡും ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെരിഫൈ ദാറ്റ് പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 + 3 + 3² പ്ലസ് etc plus 3 raised to n minus equal to 3 raised to n minus 1/2. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? പി ഓഫ് എൻ അതുപോലെ നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് എഴുതുക. പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 + 3 + 3² പ്ലസ് etc പ്ലസ് 3 raised to n minus 1 equal to 3 raised to n minus 1/2. പി ഓഫ് എൻ എടുത്ത് എഴുതിയില്ലേ? ഇനി പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 3 raised to ഇവിടെയുള്ള ഈ ഒരു ഈക്വൽ ടു 3 raised to n minus 1/2 അല്ലേ? അതിലേക്ക് നമ്മൾ 1 അപ്ലൈ ചെയ്യുക. എന്നുള്ളടത്ത് 1 കൊടുക്കുക. 3 raised to minus 1/2 3 raised to 1 minus 1/2 എന്ന് എഴുതാം. സോ ഇതിൽ എന്താ വരിക? 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 തന്നെ, -1 എന്ന് പറഞ്ഞാൽ 2, 2/2 എന്ന് പറയുമ്പോൾ 1. So its P of 1 is true. P of 1 is true. അത് നമ്മൾ പ്രൂവ് ചെയ്തു. തേർഡ് സ്റ്റെപ്പ്, അസ്യൂം ദാറ്റ് P of K is true. P of K ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്ത് വെച്ചാൽ മാത്രം മതി. സോ P of K is equal to P of K equal to 1 + 3 + 3² പ്ലസ് etc പ്ലസ് 3 raised to k എന്നുള്ളടത്ത് k -1 ഈക്വൽ ടു ഈ 3 raised to എന്നുള്ളടത്ത് k വന്നു, മൈനസ് ഈക്വൽ ടു 3 raised to k -1/2 എന്നുള്ളടത്ത് k എന്ന് കൊടുക്കാം. ഇതാണ് പി ഓഫ് കെ. ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പാണ് പി ഓഫ് കെ + 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം.
അതിന് നമ്മൾ പി ഓഫ് കെ പ്ലസ് വണ്ണ് ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ആൻസറിൽ കൊടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക എന്ന് നമ്മൾ ആദ്യം സൈഡിലൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് വെക്കണം. ആ ഒരു ആൻസറിലേക്കാണ് നമുക്ക് ഈ പി ഓഫ് കെ പ്ലസ് വണ്ണ് ട്രൂ ആണെന്നുള്ളത് ചെയ്ത് തെളിയിക്കാനുള്ളത്. സോ 3k+1 ഉണ്ടല്ലോ നമുക്ക് വന്നിട്ട് 3k+1 -1/2 ഈ ഒരു ആൻസറിലേക്കാണ് നമുക്ക് ചെയ്ത് എത്തേണ്ടത്. സോ പി ഓഫ് കെ പ്ലസ് വൺ ഈക്വൽ ടു 1 + 3 + 3² + etc. + 3k - 1 + 3k+1 - 1 ഈക്വൽ ടു ഈ കെ പ്ലസ് എന്നുള്ളതാണ് ഈ കെയുടെ സ്ഥലത്ത് വന്ന്, കാരണം പി ഓഫ് കെ പ്ലസ് വൺ ആണ്. അപ്പോൾ ഈ കെയുടെ വാല്യൂ ഉള്ളിടത്ത് k+1 ഒന്നുകൂടെ ആഡ് ചെയ്യില്ല. പി ഓഫ് കെ പ്ലസ് വൺ എന്നുള്ളൊരു പോയിന്റ് കൂടെ അതിന് ശേഷം ആഡ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വെച്ചാൽ പി ഓഫ് കെൻ്റെ ആൻസർ ആദ്യം എഴുതുക. പി ഓഫ് കെ -1/2 പ്ലസ് ഇവിടെ നമ്മളൊരു നമ്പറും കൂടെ ആഡ് ചെയ്തില്ലായിരുന്നോ, 3k+1 - 1 അത് എഴുതി ചെയ്യാം. 3k k+1 -1 -1ഉം +1ഉം വെട്ടിപ്പോയി. ദെൻ അത്ര എഴുതുക. ദെൻ ഇവിടെ 2 കൊണ്ടും മേലെയും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. സോ അപ്പോൾ എങ്ങനെ വരും? 3k - 1/2 പ്ലസ് 3k × 2/2. ഈ അടിയിൽ രണ്ടിടത്തും 2 ആയാലും നമുക്ക് ഒരുമിച്ച് ചെയ്താലും മേലെ പ്ലസ് ഇട്ടിട്ട് ചെയ്യാം. 3k - 1 പ്ലസ് 3k × 2/2. സോ ഇതിൽ നിന്ന് 3k നമ്മൾ പുറത്തെടുക്കുക. അതായത് 3k പുറത്തെടുത്താൽ ഇവിടെ 3 × 1 അല്ലേ, ഇവിടുത്തെ ഒരു 1 ഉണ്ടാവും. ഈ ഇതിൽ നിന്ന് 3k പുറത്തെടുത്താൽ ഇവിടെ ഒരു 1 ഉണ്ടാവില്ലേ, ഇവിടുന്ന് 3k പുറത്തെടുത്താൽ ഇവിടെ 2 ഉണ്ടാവില്ലേ. അപ്പോൾ 1 + 2 - 1, ഈ ഒരു 1 ഇവിടെ വേറെ അല്ലേ, ആ -1 ഇവിടെ ഇടുക. ദെൻ ഡിവൈഡ് ബൈ 2. ദെൻ 3k 1 + 2 - 1/2 എന്നുള്ള ആൻസർ 3k × 3 - 1/2 ആയി മാറും. ഈ 3:1 ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 3k + 1 - 1/2. ഇതല്ലേ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ ആൻസർ, 3k + 1 - 1/2. ഈ ഒരു ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ. സോ പി ഓഫ് കെ പ്ലസ് വണ്ണ് ഈസ് ട്രൂ. ഇത്ര എഴുതി വെച്ചാൽ മതി. ഇതാണ് ആൻസർ. പിന്നെ ഇവിടെ 3k × 3:1 എങ്ങനെ 3k+1 ആയി എന്ന് വെച്ചാൽ a⁴n × a⁴m എന്നുള്ള ഒരു ഫോം a⁴n+m എന്ന് നമുക്ക് എഴുതാം. അതായത് a⁴n × a⁴m ഈക്വൽ ടു a⁴n+m എന്ന് എഴുതാം. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അത് ഈ ഒരു 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെരിഫൈ ദാറ്റ് പി ഓഫ് n ഈസ് ഈക്വൽ ടു 3^2n + 2 - 8n - 9 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8. അതായത് ഈ ഒരു പി ഓഫ് n 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പി ഓഫ് n ഈസ് ഈക്വൽ ടു 3^2n + 2 - 8n - 9 ഈസ് മൾട്ടിപ്പിൾ ബൈ 8. 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് പി ഓഫ് n ആവുന്നത്. ദെൻ പി ഓഫ് 1 കണ്ടു നോക്കാം നമുക്ക്. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 3^2 × 1 + 2 - 8 × 1 - 9 ഈക്വൽ ടു 3^2 + 2. 2 × 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ, +2 പറയുമ്പോൾ 3^4. 3^4 81 വരും. -8 × 1 8 തന്നെ, -9 എന്ന് പറയുമ്പോൾ ഇത് 81 - 8 പറയുമ്പോൾ 73. 73 - 9 എന്ന് പറയുമ്പോൾ 64. സോ ഇതൊരു 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 64 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8. ഇതൊരു 8ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, 8 × 8 ആണ് 64. സോ പി ഓഫ് 1 ഈസ് ട്രൂ ആണെന്ന് നമ്മൾ കിട്ടി. പി ഓഫ് 1 ഈസ് ട്രൂ. ദെൻ പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. assume that p of k is true.
So P of k equal to 3 raised to 2k plus 2 minus 8k minus 9 is equal to 80m. അതായത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളതാണ് 80m. സോ ഇറ്റ് ഈസ് ട്രൂ എന്നാണ് നമ്മൾ അതായത് അസ്യൂം ചെയ്തത്. പി ഓഫ് കെ ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കി വെക്കണം. അതായത് 3 raised to 2k plus 2 ഈക്വൽ ടു 80m അല്ലേ. 80m ഇവിടെ ഈ മൈനസ് 8k ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും, അതേപോലെ 9 ഇപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ 80m പ്ലസ് 8k പ്ലസ് 9. ഈ 8k മൈനസ് 8k അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 8k ആവും, മൈനസ് 9 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 9 ആവും. ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ ഉണ്ടാക്കി വെക്കും. ദെൻ അങ്ങനെ പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്തു. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ദെൻ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 3 raised to 2 ഇൻറ്റു കെ എന്നുള്ള, അതായത് 3 raised to 2n പ്ലസ് 2 ആണ്. ഈ എൻ്റെ ഭാഗത്ത് കെ ആണ്, നമുക്ക് കെ ആണ് നമ്മൾ പി ഓഫ് കെ ആയപ്പോൾ കൊടുത്തത്. ദെൻ പി ഓഫ് കെ പ്ലസ് 1 ആയപ്പോൾ അവിടെ എന്നുള്ളടത്ത് കെ പ്ലസ് 1 എന്ന് കൊടുക്കണം, പ്ലസ് 2 വേറൊരു 2 ഉണ്ട്, ആ ഒരു 2 ആണ് ഈ പ്ലസ് 2 മൈനസ് 8 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 9. ഇത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി 3 raised to 2k പ്ലസ്, അതായത് 2k പ്ലസ് 2 പ്ലസ് 2 മൈനസ് 8k പ്ലസ് 8 മൈനസ് 9. ഇതിൽ ഇവിടെ നമുക്ക്, അതായത് എ റേസ് ടു, നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ പ്ലസ് എം എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇതിൽ ഇതൊരു എൻ ആക്കി എടുക്കുക, ഇതൊരു എം ആക്കി എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വിഘടിച്ച് എഴുതി കൂടെ. അതായത് 3 raised to 2k പ്ലസ് 2 ഇൻറ്റു 3 raised to 2 എന്ന് എഴുതി കൂടെ. ദെൻ മൈനസ് 8k മൈനസ് 17 മൈനസ് 8 പ്ലസ് മൈനസ് 8 മൈനസ് 9 ഈക്വൽ ടു മൈനസ് 17 എന്ന് വരും. ദെൻ ഈ 3k നമ്മൾ നേരത്തെ ഒരു വാല്യൂ ഇവിടെ കണ്ടുവച്ചില്ലേ, 8m പ്ലസ് 8k പ്ലസ് 9. ഈ ഒരു വാല്യൂ ഇവിടെ കൊടുക്കുക. അതായത് 8m പ്ലസ് 8k പ്ലസ് 9 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 8k മൈനസ് 17. ദെൻ ഈ 3 സ്ക്വയർ വരുമ്പോൾ 9 ആണ്. ആ 9 കൊണ്ട് ഇതിനെല്ലാത്തിനും കൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് 8 ഇൻറ്റു 9 വരുമ്പോൾ 72m പ്ലസ് 8 ഇൻറ്റു 9 വരുമ്പോൾ 72k പ്ലസ് 9 ഇൻറ്റു 9 വരുമ്പോൾ 81 മൈനസ് 8k മൈനസ് 17. ഇത് 9 3 സ്ക്വയർ വരുമ്പോൾ 9 ആണ്. 9 ഇൻറ്റു 8m വരുമ്പോൾ 72m, 9 ഇൻറ്റു 8k വരുമ്പോൾ 72k, 9 ഇൻറ്റു 9 വരുമ്പോൾ 81 മൈനസ് 8k മൈനസ് 17. ഈ മൈനസ് 70 പ്ലസ് 81 കൂടെ പ്ലസ് 64 ആവും. അതായത് 81 17 കുറച്ചാൽ 64 ആവും. ഈ മൈനസ് 8k പ്ലസ് 72k എന്നുള്ളതിന് 64k ആവും. 72k എന്ന് 8k കുറച്ചാൽ 64k ആവും. സോ അപ്പോൾ എന്താവും, 72m പ്ലസ് 64k പ്ലസ് 64. ഇതൊരു 8ൻ്റെ മൾട്ടിപ്പിൾ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. സോ ഇതിൽ നിന്ന് എല്ലാത്തിനും 8 കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ 64k എന്നുണ്ട്, ഇവിടെ നിന്ന് എല്ലാത്തിനും നമുക്ക് 8 കോമൺ ആയിട്ട് എടുക്കാം. 72 നിന്ന് 8 എടുത്താൽ 8 പുറത്തെടുത്താൽ 72 നിന്ന് 8 പുറത്തെടുത്താൽ 9m, അതായത് 8 ഇൻറ്റു 9m ആണ് 72m പ്ലസ് 8 ഇൻറ്റു, അതായത് 64ന് നമുക്ക് 8 പുറത്തെടുത്താൽ 8k ആവും. 8 ഇൻറ്റു 8k ആണ് 64k പ്ലസ് 64 എന്നുള്ളടത്ത് 8 തന്നെ. അപ്പോൾ ഇതൊരു 8ൻ്റെ മൾട്ടിപ്പിൾ ആയില്ലേ. അതായത് പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 3 raised to 2n പ്ലസ് 2 മൈനസ് 8n മൈനസ് 9 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8. 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 8ൻ്റെ മൾട്ടിപ്പിൾ, അതായത് 8 ഇൻറ്റു ആയതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 1 അല്ലെങ്കിൽ ഇപ്പോൾ ഏത് നമ്പർ ആയാലും അതിനെ 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അത് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറും. അപ്പോൾ സോ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഇതൊരു 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 8ൻ്റെ പുറത്തെടുത്തപ്പോൾ ഇതൊരു 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഇതുവരെ വന്ന അതായത് 9 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. അതായത് 8-7 പ്രാവശ്യമായിട്ട് ഈ ഒരു 9 വർഷത്തിനിടയിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. Using principle of mathematical induction, verify that P of n is equal to 7 raised to n minus 3 raised to n is divisible by 4. അതായത് P of n is equal to 7 raised to n minus 3 raised to n 4ൻ്റെ ഡിവിസിബിൾ ആണെന്ന് ഇത് തെളിയിക്കണം. ഈ ഒരു P of n 4ൻ്റെ ഡിവിസിബിൾ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ അതിന് തന്നെ നമ്മൾ ആദ്യം P of n എടുത്ത് എഴുതാം. P of n is equal to 7 raised to n minus 3 raised to n is divisible by 4. ഇനി നമുക്ക് ഫസ്റ്റ് P of 1 കണ്ടുപിടിക്കണം. P of 1 എന്ന് പറയുമ്പോൾ 7 raised to 1 minus 3 raised to 1. 7 raised to 1 എന്ന് പറഞ്ഞാൽ 7 തന്നെ, മൈനസ് 3 raised to 1 എന്ന് പറഞ്ഞാലും 3 തന്നെ. സോ 7 minus 3 എന്ന് പറയുമ്പോൾ ഈസ് എ ഡിവിസിബിൾ ഓഫ് 4 എന്നല്ല, 4ൻ്റെ ഡിവിസിബിൾ. അതായത് P of 1 is equal to 7 raised to 1 minus 3 raised to 1. 7 raised to 1 എന്ന് പറയുമ്പോൾ 7 തന്നെ, മൈനസ് 3 raised to 1 എന്ന് പറയുമ്പോൾ 3 തന്നെ. സോ 7 minus 3 പറയുമ്പോൾ 4 ആണ്. അപ്പോൾ അതൊരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അവിടെ ഡീൻ്റെ വാല്യൂ 1 ആണ്. 4 into d ആണ് 4. സോ P of 1 is true. P of 1 is true. Then assume that P of k is true. P of k true ആണെന്ന് നമ്മൾ assume ചെയ്യാം. P of k is equal to 7 raised to k minus 3 raised to k is equal to 4d. 7k minus 3k equal to 4d. Then ഇതൊരു, അതായത് P of k assume നമ്മൾ ട്രൂ ആണെന്ന് assume ചെയ്തു. ദെൻ ഇതിൽ നിന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതായത് 7 raised to k ഈക്വൽ ടു 4d പ്ലസ് 3 raised to k. ഈ മൈനസ് 3k അപ്പുറത്ത് കൊണ്ടുപോയപ്പോൾ പ്ലസ് 3k ആയിട്ട് വന്നു. ദെൻ P of k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് P of k പ്ലസ് 1 എന്ന് പറയുമ്പോൾ 7 raised to k പ്ലസ് 1 മൈനസ് 3 raised to k പ്ലസ് 1. ദെൻ ഇതിനെ വിഘടിച്ചൂടെ, അതായത് ഇതിനെ നമുക്ക് വിഘടിച്ചൂടെ. 7 raised to k ഇൻറ്റു 7 raised to 1 നിന്ന് നമുക്ക് വിഘടിച്ച് എഴുതാം. ദെൻ മൈനസ് 3 raised to k ഇൻറ്റു 3 എന്നും നമുക്ക് വിഘടിച്ച് എഴുതാം. ദെൻ നമുക്ക് ഇവിടെ 7 raised to k എന്നുള്ളതിന് നമ്മൾ നേരത്തെ ഒരു വാല്യൂ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ ഈ 7kക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ 7kക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 4d പ്ലസ് 3 raised to k ഇൻറ്റു 7 മൈനസ് 3 raised to k ഇൻറ്റു 3 ഇങ്ങനെയാണ് വരിക. ദെൻ ഈ 7 കൊണ്ട് ഈ ഉള്ളിലുള്ളതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 7 ഇൻറ്റു 4d പ്ലസ് 7 ഇൻറ്റു 3k മൈനസ് 3k ഇൻറ്റു 3. ദെൻ ഇതിനെ 3k പുറത്തെടുക്കുക. അതായത് 7 ഇൻറ്റു 4d പറയുമ്പോൾ 28d പ്ലസ് ഇതിൽ നിന്ന് 3k പുറത്തെടുത്താൽ 3 raised to k പുറത്തെടുത്താൽ 7 മൈനസ് 3, അതായത് 7 മൈനസ് 3 ആണ് വരിക. ഈ 7 ഇൻറ്റു 4d, അതായത് 7 ഇൻറ്റു 4d പറയുമ്പോൾ 28d പ്ലസ് ഈ 7 ഇൻറ്റു 3k മൈനസ് 3k ഇൻറ്റു 3 എന്നുള്ളതിന് 3k പുറത്തെടുക്കുക. 2 3k ഉണ്ടായതുകൊണ്ട് 3k പുറത്തെടുക്കുക, ബ്രാക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഈ 3k, ഈ 7 ഇൻറ്റു 3kയിൽ 3k പോയാൽ 7 ബാക്കി ഉണ്ടാവും, മൈനസ് ഈ 3k ഇൻറ്റു 3 എന്നുള്ളതിന് 3k പോയാൽ 3 ബാക്കി ഉണ്ടാവും. സോ 28d പ്ലസ് 3 raised to k, ഇവിടെ 7 മൈനസ് 3 പറയുമ്പോൾ ഇൻറ്റു 4. ഇതിൽ നിന്ന് 4നെ പുറത്തെടുക്കുക. അതായത് 4നെ പുറത്തെടുക്കുമ്പോൾ 4 ഇൻറ്റു 7 ആണ് 28d. അപ്പോൾ 7d പ്ലസ് ഇതിൽ നിന്ന് 4 പുറത്തെടുത്താൽ 3k. സോ ഇവിടെ നമ്മൾ ആൻസർ പ്രൂവ് ചെയ്തു. അതായത് ഇത് 4 ഇൻറ്റു 7d പ്ലസ് 3k ആയതുകൊണ്ട് 4 പുറത്ത് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഇത് ഈ ഒരു വാല്യൂയിൽ നിന്ന് 4നെ പുറത്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇത് 4ൻ്റെ ഡിവിസിബിളാണ്. ഈ ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായിട്ടും പഠിച്ചു പോവുക. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.